ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം എല്ലാം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്. ഇതിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് ഈ ഒരു സമയം കടന്നു പോകുന്നത്. വന്നിരിക്കുന്നത് എംബ്രറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 4, 2, 7, 11, 10, 1, 10, 7. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾ, ചില ഓർമ്മകൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതായി കാണുന്നു. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്നതായി കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ ചില പൊളിറ്റിക്സ് കാണിച്ചു. അവരുടെ ശരിയായ നിങ്ങളുടെ മുന്നിൽ നല്ല മുഖം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില പൊളിറ്റിക്സ് കളിച്ചതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്നു. ഓക്കെ, അതിൽ നിന്നും നിങ്ങൾക്ക് ഇതുവരെയും മൂവ് ഓൺ ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. അത് നിങ്ങളെ ഒരുപാട് ദേഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അവരോട് ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു മാനസികമായിട്ടാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് അവരോട് ചെറിയ ഫൈറ്റിങ്, കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില മൈൻഡ് ഗെയിം നടന്നതായി കാണുന്നു. നിങ്ങളെ പറഞ്ഞു പറ്റിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൊണ്ടുപോയതായി കാണുന്നു. നിങ്ങളിൽ ചില വ്യക്തികൾ കടന്നു വന്ന് നിങ്ങളോട് മൈൻഡ് ഗെയിം കാണിച്ചു, നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ കൊണ്ടുപോയതായി കാണുന്നു. ഓക്കെ, നിങ്ങളോട് സ്നേഹം നടിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ മോഷ്ടിച്ചു കൊണ്ടുപോയത് ഒരു പക്ഷേ നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം, സന്തോഷമായിരിക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലായി കാണുന്നുണ്ട്. ഓക്കെ, 10 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നു. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോലും കഴിയാത്തവണ്ണം ഒരുപാട് ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നതായി കാണുന്നു. ഓക്കെ, ആട്ടിൻതോലിട്ട ചെന്നായ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല? അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നടന്നിരുന്നത് അവർ മറ്റൊരു രൂപത്തിലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ കൂടെ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. പൊളിറ്റിക്സ് നടന്നതായി കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ മുന്നിൽ നല്ല സ്നേഹവും നിങ്ങളോട് കൂടെ ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടും അവർ കാണിച്ചുവെങ്കിലും അവരുടെ തനിനിറം നിങ്ങൾ തിരിച്ചറിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും വിഷമങ്ങളും, നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും ബേർഡനുമായിരുന്നു. ആ സമയം നിങ്ങളത് തിരിച്ചറിയുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടിരുന്നു. പല ഭാരങ്ങളും നിങ്ങൾ ചുമക്കേണ്ടതായി വന്നിരിക്കുന്നു. ഓക്കെ, അവർ ചിലപ്പോൾ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ചില ലോണുകൾ എടുപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള ചില കാര്യങ്ങൾ അപഹരിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ സ്നേഹങ്ങൾ, സമാധാനം എല്ലാം കൊണ്ടുപോയിരിക്കുന്ന ഒരു ഡെവിളിനെ പോലെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായി കാണുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില ഗ്രോത്തുകൾ വന്നു ചേർന്നിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ചില നല്ല കാര്യങ്ങൾ സ്റ്റാർട്ടായിരിക്കുന്നു, ജോലികൾ വന്നു ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് വന്നിരിക്കുന്നു. ചെറുതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു, വീണ്ടും പുനരാരംഭിക്കുന്നതായി കാണുന്നു. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള കോൾ മെസ്സേജുകളായിരിക്കാം, അവരുടെ സ്നേഹമായിരിക്കാം. ഇവിടെ ഒന്നേന്ന് പറഞ്ഞ് ഒന്നുകൂടി തുടങ്ങുന്ന ഒരു എനർജി, സൂര്യൻ്റെ ഉദയം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചതെന്ന് യൂണിവേഴ്സ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു. ചില കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയായിരുന്നു എൻ്റെ വ്യൂസ് ഇതുവരെയും കടന്നു പോയത്. ഈ ഒരു കർമ്മ നിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾ ശരിയല്ല എന്ന് നിങ്ങളടുത്ത് പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും നിങ്ങൾ കേട്ടിരുന്നില്ല. എന്നാൽ കർമ്മ അവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾ ചെന്നായ്ക്കളായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത്?
തിരിച്ചറിവാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾ കണ്ടിരുന്നത് ഒരു പ്രൊജക്ഷൻ മാത്രമായിരുന്നു. ഓക്കെ, പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ല, തിയേറ്ററിൽ ഏറ്റവും പിറകിലിരിക്കുന്ന ഒരു സാധനമാണ് പ്രൊജക്ടർ. ആ പ്രൊജക്ടർ ഉപയോഗിച്ച് നമുക്ക് ആ ഫ്രണ്ടിലിരിക്കുന്ന വെള്ള സ്ക്രീനിൽ നമുക്ക് ഫിലിം കാണിച്ചു തരുന്നു. എന്നാൽ സത്യത്തിൽ അവിടെ ഒന്നുമില്ല, ഒരു ഇലൂഷൻ മാത്രമാണ്. നമ്മുടെ വിചാരം അവിടെ എന്തൊക്കെയോ നടക്കുന്നു, ഒക്കെ അവിടെയാണ് ഒറിജിനൽ എന്ന് ചിന്തയോടുകൂടി നമ്മൾ അവിടെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി, ആ ഒരു എനർജി. എന്നാൽ സത്യാവസ്ഥ എന്തെന്ന് പിറകിലാണുള്ളത്. അവരുടെ യഥാർത്ഥ രൂപം എത്ര ചെറുതാണെന്നും ഒരു ചെറിയ ഇതാണെന്ന്, പക്ഷെ നമ്മൾ കാണുന്നത് വളരെ വലുതായിട്ട് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ചെറിയ കാര്യങ്ങളെ അവർ മറ്റൊരു രൂപത്തിലാക്കി കാണിച്ചിരുന്നു. നിങ്ങളുടെ മുന്നിൽ അവർ ശരിയല്ലായിരുന്നു, അവർ മറ്റൊരു ഫേസായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നത്. എന്നാൽ എല്ലാം അവ്യക്തമായിരുന്നു നിങ്ങൾക്ക്. എന്നാൽ യൂണിവേഴ്സ് അവിടെ പലപ്പോഴും പല വ്യക്തികളിൽ കൂടി നിങ്ങൾക്കത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും അവർ പൊളിറ്റിക്സാണ്, അവരുടെ ഫേസ് ശരിയായ ഫേസ് അല്ല, അവർ നിങ്ങളെ ചതിക്കുകയാണ് എന്ന് പലവട്ടം യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങളും നിരത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ ചെവി കൊണ്ടില്ല. ഓക്കെ, മറ്റുള്ള വ്യക്തികളിൽ കൂടി സംസാരിച്ച സമയത്തും നിങ്ങൾ ചെവി കൊണ്ടില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സ് കർമ്മയുടെ രൂപത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ മനസ്സിലായത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചില കാര്യങ്ങളെ ബൗണ്ടറി കെട്ടി നിങ്ങൾ പിന്മാറിയിരിക്കുന്നതായി കാണുന്നു. ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ പിന്മാറിയിരിക്കുന്നു, ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ പിന്മാറിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, യൂണിവേഴ്സിൽ നിങ്ങളിപ്പം സ്ട്രെങ്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നാൾ നിങ്ങൾ ചില അന്ധകാരത്തിലായിരുന്നു, ചില വ്യക്തികളുടെ ഇലൂഷനിൽ പെട്ടുപോയി നിങ്ങൾക്ക് വളർച്ച നഷ്ടപ്പെട്ട്, നിങ്ങളുടെ മാനസിക വളർച്ച നഷ്ടപ്പെട്ട് നിങ്ങൾ ഞെരുങ്ങിപ്പോയ അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഒരു കല്ലിനിടയിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ മാനസിക പ്രശ്നത്തിൽ നിങ്ങൾ ഞെരുങ്ങിപ്പോയ ഈ അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്ത് വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില ബൗണ്ടറികൾ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ചില ചലഞ്ചുകൾ ഫേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണ് ശക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ ശക്തി ബലമെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ള വ്യക്തികൾ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത വ്യക്തികൾ നിങ്ങൾക്കെതിരായിട്ട് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ട്രോമാസ്, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചതിന് ശേഷം ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, ചില വ്യക്തികൾക്ക് മാത്രമായിരിക്കും റെസനേറ്റ് ആകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നേറാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു അവയർനെസ് വന്നിരിക്കുന്നു. ജീവിതത്തിൽ ചില കാര്യങ്ങൾ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ എന്താണെന്നുള്ള തിരിച്ചറിവിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ ഒരു തീയിലൂടെ കടന്നു പോകേണ്ടി വന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ തീയിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾ ആര് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു ബോധം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ ആരെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൂടെ ചേർന്ന് നടന്നിരുന്ന വ്യക്തി ആരെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നുമെല്ലാം നിങ്ങൾ പുറത്ത് വന്ന് നിങ്ങൾ വിജയം ആഘോഷിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില വ്യക്തികളിൽ നിന്ന് മാറി നിങ്ങൾ സ്വയം സന്തോഷിക്കുവാൻ, അല്ലെങ്കിൽ സ്വയം എനർജി കൊണ്ടുവരുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾ പങ്കുവെച്ച് കൊടുത്തത്, നിങ്ങളുടെ സ്നേഹം, സന്തോഷം, പല കാര്യങ്ങളും നിങ്ങൾ പങ്കുവെച്ച് കൊടുത്ത വ്യക്തി ആര് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് വളരെ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങൾ വളരെ ദേഷ്യത്തോടു കൂടിയും നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ കൂടെ നടന്ന ചില വ്യക്തികളെ നിങ്ങൾ പുറത്താക്കി അവയർനെസ് സംഭവിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തിറങ്ങുന്നു എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, വ്യൂസിന് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്? ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് നിങ്ങളെ ഒന്ന് പുതുക്കുന്നതിന് വേണ്ടി, വീണ്ടും പണിയുന്നതിന് വേണ്ടി, ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇത് കൊണ്ടുവന്നത്. ഇത്രയും നാൾ നിങ്ങൾ വന്നിരുന്ന റൂട്ട് ശരിയായിരുന്നില്ല, അതിലൊരു ചെറിയ തിരുത്തലുകൾ വേണം, ചില പുതിയ കാര്യങ്ങൾ അവിടെ കൊണ്ടുവരണം, ചില ക്രിയേറ്റിവിറ്റീസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, ചില ക്രിയേഷനുകൾ അവിടെ വരേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ചില
പിണക്കുകൾ സംഭവിച്ചു, ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, നിങ്ങൾക്ക് വളരുവാൻ സാധിക്കാൻ കഴിയാതെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റത്തിനാണ്, നിങ്ങൾക്കൊരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് അത് ചെയ്തതെന്ന് ഇവിടെ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം യൂണിവേഴ്സ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില ഭയങ്ങൾ, ചില വിശ്വാസങ്ങൾ, ചില വ്യക്തികളെ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നു, ഇപ്പോഴും നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒന്നിലധികം കാര്യങ്ങളിലേക്ക് നിങ്ങൾ മൈൻഡ് എപ്പോഴും ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടുന്നില്ല. യൂണിവേഴ്സ് എത്രത്തോളം നിങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങൾ കൊണ്ട് നിരത്തി വെക്കുമ്പോഴും നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിത പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് ഓറയുടെ ശക്തി കടന്നു വരികയും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ഒരു ഓറ പവർ, നിങ്ങളുടെ പവറിനെ, നിങ്ങളുടെ ഓറയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. ആരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്? മെൻ്റൽ ക്ലാരിറ്റിയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ ആര് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. ഒന്നും അറിയാതെ ഒരു കാര്യങ്ങളിലേക്കും എടുത്ത് ചാടരുത്. എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പെട്ടിരിക്കുന്നത് ഒരു മരുഭൂമിയിലാണ്. നിങ്ങൾക്ക് ഒരു ദാഹജലം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നാൽ നിങ്ങൾ വിഷമിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സഹായിക്കുവാൻ നിങ്ങൾ വിശ്വസിച്ച വ്യക്തികളോ നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികളോ ആരും കാണത്തില്ല. നിങ്ങൾ ഒരുപാട് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ യൂണിവേഴ്സിൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് അവിടെ തേടിയെത്തും എന്നുള്ളതാണ്. എന്തിനെന്നാൽ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു മരുഭൂമിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഒരുക്കും. ഇവിടെ നിന്ന് പോകുന്നതിന് അത്യാവശ്യം ചില കാര്യങ്ങളാണ്. കാരണം ഇവിടെ മുഴുവനും ആ ഒരു പച്ചപ്പും വെള്ളവും അല്ല തന്നിരിക്കുന്നത്, അല്പദാഹജലവും അല്പം അനുഗ്രഹങ്ങളുമാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ പച്ച തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നെ അങ്ങ് കൂടിപ്പോകുക. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അല്പദാഹജലം നൽകിക്കൊണ്ട്, അല്പം സമാധാനം നൽകിക്കൊണ്ട് യൂണിവേഴ്സ് നിങ്ങളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ചില ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സാധിച്ച് ലഭിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില ഐസൊലേഷനിൽ നിന്നും പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വയം ഊർജ്ജമായിട്ട് പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില അറിവിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത് നിങ്ങളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറിലേക്ക് ഉപയോഗപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. പാസ്റ്റ് പ്രസൻറ്റിനെയും പ്രസൻറ്റ് ഫ്യൂച്ചറിലേക്ക് ഉപയോഗപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നൽകിയിരിക്കുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നമ്മുടെ ഒരു പഠനങ്ങളായി എടുത്തുകൊണ്ട് തന്നെ ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിച്ച കാര്യം സാധിക്കുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിച്ച കാര്യം സാധിക്കുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം സാധിക്കുമോ? മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചുകൊണ്ട് ഇതിലൊരു കാർഡ്സ് സെലക്ട് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് സാധിച്ച് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചില സിറ്റുവേഷനെ വേർതിരിക്കേണ്ടതായിട്ടുണ്ട്, സ്പിരിച്വലായിട്ട് കുറച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? എന്താണ് എൻ്റെ വ്യൂസ് ഇനിയും മാറ്റേണ്ടത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തിമേറിയ എനർജിയിൽ ചോദിക്കുന്നു. രണ്ടാമത്തെ കാർഡുകാർക്ക് എന്താണ് ഇനിയും മാറ്റേണ്ടത്? ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു നെഗറ്റീവ് കാര്യങ്ങളിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. എന്നോട് അവർ ചെയ്ത ദ്രോഹങ്ങൾ, അല്ലെങ്കിൽ എന്നോട് അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ ചില നെഗറ്റീവിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ഇവിടെ രണ്ട് ഇത് കാണാം. ഓക്കെ, ചില നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ
വിചാരിച്ച കാര്യങ്ങൾ ലേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണുന്നത്. എന്നാൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളെ വിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാർഡുകാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കും. രണ്ടാമത്തെ കാർഡുകാർ ചില നെഗറ്റീവ് കാര്യങ്ങൾ വിട്ട് കളഞ്ഞെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ സാധ്യമാകുക. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.